എരുമപ്പാലിൽ നിന്ന് എങ്ങനെയാണ് ബട്ടർ മിൽക്ക്, കർഡ് അല്ലെങ്കിൽ ഗീ, ബട്ടർ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എരുമപ്പാൽ തന്നെയല്ല, ആടിൻ്റെ പാല്, ഗോട്ട് അതിൻ്റെ പാലെടുക്കാം, അല്ലെങ്കിൽ പശു, കൗ ഇതിൻ്റെയൊക്കെ പാലെടുത്തിട്ട് നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു പാക്കറ്റ് പാലാണ്. കമ്പനി പേര് ഞാൻ പറയുന്നില്ല. ഈ പാക്കറ്റ് പാലുകളിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ ഒറിജിനൽ എരുമപ്പാല് നമ്മളിങ്ങോട്ട് മേടിക്കുക, അല്ലെങ്കിൽ പശുവിൻ്റെ പാല്, ആടിൻ്റെ പാല് ഇതുപോലെ 1 ലിറ്റർ വാങ്ങിക്കുക, അല്ലെങ്കിൽ 2 ലിറ്റർ. 1 ലിറ്റർ പാല് വാങ്ങിച്ചിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഒരു അരമണിക്കൂർ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ സ്റ്റൗ അല്ല, അതിന് പകരം ഉമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് അടിച്ചിട്ട് എടുക്കുന്നതാണ് അരി. അപ്പോൾ കിട്ടുന്ന സാധനം ആ തോല്, അത് അങ്ങോട്ട് കത്തിക്കും, എന്നിട്ട് അതിൽ വയ്ക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ പുകഞ്ഞ് ചെറിയ ചൂടിൽ ഇങ്ങനെ ഇരിക്കും, തിളച്ച്. അപ്പോൾ അങ്ങനെയാണ് പണ്ട് കാലത്ത് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ സ്റ്റൗ ആകുമ്പോൾ ആ ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം അത് സ്റ്റൗ ഓഫാക്കിയിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ വിരലൊന്ന് ഈ പാലിൽ, തിളച്ച പാലിൽ വെച്ച് നോക്കുക 10 മിനിറ്റിന് ശേഷം. അപ്പോൾ ചെറിയ ചൂടോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കർഡ്, അതായത് തൈര് ഒഴിക്കുക, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, മോര് ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് അവിടെ വയ്ക്കുക. അപ്പോൾ തലേ ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. പിറ്റേ ദിവസം നേരം വെളുത്തുകയാണെങ്കിൽ കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ അതുകൊണ്ട് എടുക്കുക. ഈ കർഡ്, തൈര് എടുത്തിട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിക്കുക. അതിന് ശേഷം വീണ്ടും ഒരു പാത്രത്തിൽ ഒഴിക്കുക. ഇതുപോലെ കൊണ്ട് കിടയുക. ഇങ്ങനെയിട്ട് തിരിക്കണേന്ന് നമ്മൾ പറയുന്നത് കിടഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പാലാഴി കടഞ്ഞെടുത്തൊരമൃതാണ് എന്ന് കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ എരുമപ്പാല് അല്ലെങ്കിൽ പശുവിൻ്റെ പാല്, ആടിൻ്റെ പാല് തിളപ്പിച്ച് കട്ട തൈരിൽ നമ്മളിങ്ങനെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബട്ടർ. അപ്പോൾ ഇത് പാക്കറ്റ് പാലാണ്, കണ്ട വെറും പഫ് മാത്രമേ ഉള്ളൂ. നൗ യു ക്യാൻ സീ, കണ്ടല്ലേ, ഓൺലി പഫ്. അപ്പോൾ കണ്ടോ, വെറും മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ സോപ്പ് വാങ്ങിച്ചാലും നമുക്ക് കിട്ടും ഇതുപോലെ അല്ലാണ്ട് ഇതുപോലത്തെ പാക്കറ്റ് പാല് തിളപ്പിക്കൊന്നും വേണ്ട. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പാക്കറ്റ് പാല് വട്ട 0. ഇതാണ് നമ്മളുടെ എരുമപ്പാല് തിളപ്പിച്ച കർഡ്, കട്ട തൈര്. കണ്ട, ഇനി പശുവിൻ്റെ പാലെടുക്കാം. അപ്പോൾ എരുമപ്പാലിന് അല്പം വില കൂടുതലാണ്. ഇത് കണ്ടോ, ഇത് നമ്മളിത് കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അപ്പോൾ 7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കട്ട തൈരൊക്കെ എടുത്തതിന് മിക്സിയിലിട്ടൊന്ന് അടിക്കും. അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് കിടഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് വെണ്ണ, ബട്ടർ, BUTTER ഉണ്ടല്ലേ. എന്നിട്ട് ആ വെള്ളം ഉണ്ടായിരിക്കും, അതിന് നമ്മൾ ബട്ടർ മിൽക്ക്, ബട്ടർ എന്നായാലും ഉണ്ടാവില്ല, മിൽക്ക്, ബട്ടർ മിൽക്ക് എന്ന് പറയും. കണ്ടോ, അപ്പോൾ നമ്മൾ മിക്സിയിൽ ഒരു 1 മിനിറ്റ് അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കണം. അങ്ങനെ ഇട്ട് അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ബട്ടർ ഇങ്ങോട്ട് കിട്ടും, വെണ്ണ. അപ്പോൾ സബിത പറയുന്നത് അവിടെ കുറച്ചും കൂടി ബാലൻസ് ഇരിപ്പുണ്ട് തൈര്, അതും കൂടി അടിച്ചെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കാവുന്നതാണ്. കണ്ടോ, കട്ട തൈരാണ്. കണ്ട, അപ്പം നമ്മൾ പാല് എത്ര വേവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തിളച്ചതിന് ശേഷം അരമണിക്കൂർ 3/4 മണിക്കൂർ അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതങ്ങോട്ട് ഇങ്ങനെ കട്ടയായിട്ട് ഈ സാധനം കിട്ടും. അപ്പം നല്ല മഞ്ഞ കളറ് വെണ്ണ. ഈ വെണ്ണ ബട്ടർ, വെണ്ണയ്ക്ക് പറയുന്നത് ബട്ടർ. അപ്പോൾ ഈ വെണ്ണ അങ്ങോട്ട് ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് എന്ത്, നെയ്യ്, ഗീ. പിന്നെ ഗീ എന്ന് പറയുള്ളവനെ, അതുകൊണ്ട് വെണ്ണ എന്ന് പറയില്ല. അപ്പം നിങ്ങൾ കടകളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഗീ മേടിച്ച് പരിചയം ഉണ്ടാവും. ഇത് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇത് വീടുകളിൽ. ഇനി കമ്പനികളിൽ നിങ്ങൾക്കറിയാം, ഈ പാക്കറ്റ് പാലുണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് ഭയങ്കര ലാഭമാണ്. 5 കൊല്ലം കൊണ്ട് 500 കോടി ഉണ്ടാക്കിയ ആൾക്കാരുടെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കാണാം. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ഓരോ കമ്പനികളുടെ നിങ്ങൾ ചരിത്രങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലാഭമാണ്. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ എന്ത് പരിപാടി നടത്തുന്നുണ്ടോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ വൻ ലാഭമാണ്. ഇപ്പോൾ ബ്രാൻഡിയൊക്കെ എന്താ അറിയില്ലേ, 100 രൂപ വരെ ബ്രാൻഡി 700 രൂപ, ലാഭമൊന്നുമില്ല, എന്നാലും നഷ്ടം.
അപ്പോൾ ഈ പാല് കമ്പനികൾക്കൊക്കെ ഭയങ്കര ലാഭമാണ്. കാരണം എന്താണ്, ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിലുള്ള സാധനമാണ്. അതുപോലെ തന്നെ ബസ്, KSRTC, പ്രൈവറ്റ് ബസ്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ പ്രൈവറ്റ് ബസ്സുകാർ സമരം എടുത്താലാണ് കാശ് കിട്ടുക. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിന് സമരം എടുക്കേണ്ട ആവശ്യമില്ല, ഗവൺമെൻറ് തനിച്ച് കൂട്ടും. ഇത് കണ്ടോ. അപ്പം ഞാൻ 7 മണിയൊക്കെ കഴിഞ്ഞ് അല്പം നേരമായി, അതുകൊണ്ട് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കണം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾക്ക് കിട്ടിയ ബട്ടറാണ് ഈ കിടാണത്. ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇതാണ് പാലാഴി കടഞ്ഞെടുത്തൊരമുതാണ് ഞാൻ. കണ്ടോ കണ്ടോ, ഇതാണ് ബട്ടർ. അപ്പം നിങ്ങളെല്ലാവരും ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തോന്നണ്. ഇതൊക്കെയാണ് കൃഷിക്കാർ സ്വന്തമായിട്ട് അല്പം അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ജങ്ക് ഫുഡ് കഴിക്കുകയല്ല, ഒറിജിനൽ ഓർഗാനിക് ഫുഡ്. കണ്ടോ, ഇതാണ് നാച്ചുറൽ വെണ്ണ, അതായത് നിങ്ങൾ പറയുന്ന ബട്ടർ. ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ എൻ്റെ കടയിൽ വന്നിട്ട് പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ, പഫ്. കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമ്മൾ ഈ ഓണത്തിനും വിഷുവിനൊക്കെ പാൽപ്പായസം ഉണ്ടാക്കണമെങ്കിൽ ഒറിജിനൽ പാല് കഴിച്ചാലാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പാൽപ്പായസമൊക്കെ ശരിക്കുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സബിത വന്നിട്ടുണ്ട്. സബിത വന്നിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉള്ളി ഇതൊക്കെ ഇട്ട് ഇടിച്ചിട്ട് നമ്മളുടെ ബട്ടർ മിൽക്ക് മോരിലേക്ക് കൊണ്ട് ഇടും. മോരിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവം മാറി. അതിന് നമ്മൾ സംഭാരം എന്ന് പറയും. കണ്ടോ, ഈ ഇഞ്ചി, പച്ചമുളക്, ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഇടിച്ച് എടുത്താണിത്. ഇതാണ് സംഭാരം. മോരും വെള്ളം എന്ന് വെച്ചാൽ പറയും ചെയ്യാം. കണ്ടോ. അപ്പോൾ മോര് വെള്ളം എന്ന് ശരിക്കും ആണെങ്കിൽ മോര് മാത്രം ഉണ്ടാവുള്ളൂ, ഇഞ്ചിയും പച്ചവെള്ളം ഇടില്ല. നമ്മൾ ഹോട്ടലിൽ നോൺ വെജ് അല്ല വെജിറ്റബിൾ ഇല്ലേ, ആ പച്ചക്കറി സദ്യയിൽ കിട്ടുന്ന ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, മോരും വെള്ളം, ഈ പച്ചവെള്ളം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ ഈ ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഈ സാധനങ്ങളൊക്കെ ആവശ്യത്തിൻ്റെ പകുതി ഇടാൻ പാടുള്ളൂ. കാരണം ഇതൊക്കെ അരഞ്ഞ് കിട്ടണ കാരണം കൂടുതൽ ഇതിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇടിച്ചിടുമ്പോൾ അല്പം കൂടുതൽ വേണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഈ സംഭാരം കുടിക്കുക ഈ വേനൽക്കാലത്ത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു. കണ്ട, എന്നെപ്പോലുള്ളവരൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ കണ്ട, എനിക്കൊക്കെ വയസ്സെത്തുക, നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും എൻ്റെ വയസ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനൊന്നും ഇന്ന് ഹോസ്പിറ്റലിൻ്റെ പടി കണ്ടിട്ടില്ല. കാരണം എന്താ, അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട പടി കാണണമെങ്കിൽ. അപ്പോൾ റോട്ടിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വല്ല ആകാശത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല.